ഹായ്. അപ്പോൾ നമ്മൾ ആലുവയിലത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുമ്പാവൂർ ഭാഗത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി ഏകദേശം ഒരു 9 മണിയോടടുപ്പിച്ച് നമ്മൾ നമ്മുടെ ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത്ത്. അപ്പോൾ ശ്രീജിത്ത് ഏകദേശം ഒരു 1 വീക്ക് വേക്കിൽ തന്നെ, ഏകദേശം ഒരാഴ്ച വേക്കിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീജിത്തിൻ്റെ ടീമിന് ഒരു പ്രോഗ്രാമും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? ആലുവ തന്നെ. ആലുവ കാസിനോ തിയേറ്റർ. യെസ്, കാസിനോ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. 30-ാം തീയതി അല്ലേ? 30-ാം തീയതി 10 മണിക്കാണ് പ്രോഗ്രാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവിടെ നമുക്ക് എന്തായാലും കാണാം. അവിടുത്തെ കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ ശ്രീജിത്തിൻ്റെ വീട്ടിലാണ്. അടിപൊളിയായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ നൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ചിക്കൻ കറി ആട്ടോ. ചിക്കൻ കറി സൂപ്പർ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനത് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രീജിത്തിൻ്റെ റൂമാണിത്. നല്ല രീതിയിൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വിത്ത് AC കേട്ടോ. വിത്ത് AC കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ അവൻ്റെ ചെറിയ ചെപ്പടി വിദ്യകളാട്ടോ. എന്താ ഇവിടെ ആള്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ അപ്ഡേഷനും ബാക്കിയുള്ള പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തുള്ള കുറച്ച് വിഷയമൊക്കെ എപ്പോഴത്തെയും പോലെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. സോ അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഓക്കെ. തൊണ്ടയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട്. അറൗണ്ട് ഒരു 19 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും നമ്മളൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മറക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. മറക്കുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ? കുറച്ച് നമുക്കൊന്ന് നോക്കാൻ വേണ്ടി പറ്റും, വിലയിരുത്താൻ വേണ്ടി പറ്റും. ആദ്യമായിട്ട് എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്നാൽ ശ്രീജിത്ത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ, ഏതാനും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ടോ. എൻ്റെ ലാംഗ്വേജ് പ്രശ്നമുണ്ടോ? കാസർഗോഡ് സ്ലാങ് ഇടയ്ക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ എൻ്റെ രീതി ഇതാണ്. ചെറുപ്പത്തിൽ തന്നെ ഓൾ കേരള ലെവലിൽ ഒരുപാട് ജില്ലകൾ കവർ ചെയ്തിട്ടുണ്ട്, പല റീസൺസ്, പല കാര്യങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, കാസർഗോഡ് ലാംഗ്വേജ് അത്രത്തോളം വരില്ല. നോർമലി ഇങ്ങനെ തന്നെയാണ്. കാസർഗോഡ് അല്ലെങ്കിൽ കാവ്യമതങ്ങളൊക്കെ സംസാരിക്കുന്ന രീതിയിലൊന്നും വരാറില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലുള്ള എന്താ പറയുക വേർഡ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്യമായിട്ട് തോന്നണം. യെസ്, എൻ്റെ പേര് ലിബിൻ. കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം ചായൂത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥലം. അവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് വളരെ വ്യക്തമായിട്ടുള്ള ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ഞാനൊരു യൂട്യൂബർ അല്ല. യൂട്യൂബർ ആവുക അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ വലിയ രീതിയിൽ ക്ലിക്ക് ആവുക എന്നുള്ളതിനേക്കാൾ ഉപരി ഐ എം എ നെറ്റ്വർക്കർ എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് എപ്പോഴും എന്താ പറയുക ഒരു അഭിമാനമായിട്ട് തോന്നുന്നതും അല്ലെങ്കിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടൊരു വേർഡായിട്ട് ഞാൻ കാണുന്നത്. ട്രെയിനർ എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ്, നെറ്റ്വർക്കർ എന്ന് വിളിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രോഗ്രാമിന് പോലും എന്താണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ ദി നെറ്റ്വർക്കർ എംപവറിംഗ് യൂത്ത് എന്നൊരു പേര് നമ്മൾ കൊടുക്കാൻ കാരണം ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ ഒരു പേര് ചൂസ് ചെയ്യാൻ വേണ്ടി കാരണം
നെറ്റ്വർക്കർ എന്ന് പറയുന്ന ഒരു വേർഡിന്, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷന്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലർ എന്ന് വിളിക്കുന്നതിന് നമ്മുടെ സോഷ്യലി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വാല്യൂ ക്രിയേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പല കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് മനസ്സിലുള്ള ഒരു സാധനം ശരീരത്തിലേക്ക് വന്നു എന്നുള്ളതേ ഇല്ലല്ലോ. ഇത് നെറ്റ്വർക്കർ നമ്മുടെ പ്രോഗ്രാമിൽ കൊടുത്തുകൊണ്ട് ഞാൻ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുവാണ്. വൈ? എന്തുകൊണ്ട് ലിപിൻ ഇത്രയും വലിയൊരു ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇൻഡിവിജ്വലായിട്ട് നിൽക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ ഇപ്പോഴും പല രീതിയിലുള്ള മൈൻഡ് ബ്ലോക്കിൽ പല ആൾക്കാരും നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അതുകൂടാതെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും ഒരു 15 വർഷം ബാക്കിലേക്കാണ് ഉള്ളത്. അല്ലെങ്കിൽ വർഷം കഴിയുന്നുണ്ട്, പക്ഷെ ട്രെയിനിങ് സിസ്റ്റം പോകുന്നത് ബാക്കിലേക്കാണ്. അഡ്വാൻസ്ഡ് അല്ല ആവുന്നത് അല്ലെ. നമ്മളുടെ പല രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആക്കുന്നുണ്ട്. നമ്മളുടെ കമ്പനി പോലും, കമ്പനിയുടെ MILF സൈറ്റ് മുമ്പത്തെ സൈറ്റാണ് ഇപ്പോൾ അല്ല, കമ്പനി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എനിക്ക് ഉറപ്പാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെ, ശരിയല്ലേ നമ്മൾ? അപ്പൊ കമ്പനി അപ്ഡേറ്റ് ആവുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഇതിലെ ട്രെയിനിങ് സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം അത്ര അങ്ങോട്ട് അപ്ഡേറ്റ് ആവുന്നില്ല. ഇപ്പോഴും ഒരു 10-15 വർഷം ബാക്കിലാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം മാറ്റണം, അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് സിസ്റ്റത്തിൽ അതിനൂതനമായിട്ടുള്ള പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം, ജനങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കത് മനസ്സിലായി. അങ്ങനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് ലെവലിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ പാസീവ് ഇൻകം, എൻ്റെ ഫ്യൂച്ചർ, എവറിത്തിങ് ഞാൻ സാക്രിഫൈസ് ചെയ്തതാണ് ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ വിട്ട് കളഞ്ഞ ആളാണ് ഞാൻ. എന്താ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എത്തിക്കാൻ വേണ്ടി പറ്റും, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പാസീവ് ഇൻകം ഇല്ല എനിക്ക്, അല്ല നിങ്ങളെ പാസീവ് ഇൻകം പഠിപ്പിക്കുന്ന ആൾക്ക് എന്നില്ല, പാസീവ് ഇൻകം ഇല്ല, എനിക്കൊരു ടീമില്ല, ഞാൻ കമ്പനിയുടെ ഭാഗമല്ല. പക്ഷെ നിങ്ങളിലേക്ക് എത്രത്തോളം നോളജ് ഇമ്പാക്റ്റ് ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡയറക്ടർ സെല്ലിംഗ് കമ്പനിയായിട്ട് ഇന്ന് ഞാൻ കാണുന്നത് യൂട്യൂബിലാണ്. ശ്രദ്ധിക്കണേ, എൻ്റെ ഡയറക്ടർ സെല്ലിംഗ് കമ്പനിയായിട്ട് ഇന്ന് ഞാൻ കാണുന്നത് ആരെ? യൂട്യൂബിൽ. നമുക്ക് എന്താണ് ആവശ്യം? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് മേ ബി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം ഞാൻ പറയുന്നത്, പ്ലസ് അറിയാത്ത കാര്യങ്ങളും തീർച്ചയായിട്ടും ഇതിലുണ്ടാവാം. അത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ ഇറങ്ങാൻ. കൺഫ്യൂഷൻ വെച്ചിട്ട് ഇറങ്ങി പോകരുത്, ക്ലാരിറ്റി വന്നിട്ട് ഇറങ്ങി പോകാം. കൺഫ്യൂഷൻ അല്ല നമുക്ക് വേണ്ടത്, എന്താണ്? ക്ലാരിറ്റിയാണ്. ആ ക്ലാരിറ്റി തരാൻ ഞാൻ റെഡിയാണ്. അത് ചോദിക്കാൻ നിങ്ങൾ റെഡിയാണോ? വിലയിരുത്തുക, നോക്കുക, മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയിട്ട് ആ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് റീചെക്ക് ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നമ്മൾ നോക്കാം. ഇനി കുറച്ച് പോലെ പറയും നമുക്കൊന്നും കിട്ടുന്നില്ല. വെറുതെ ആരുടെ മിസ്റ്റേക്കാ? നമ്മളെ മാത്രം മിസ്റ്റേക്കാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു തെറ്റിദ്ധാരണ, ഒരു തിരുത്തുമാണ്. വർക്ക് എടുത്തു, 1ാം സ്റ്റെപ്പിലുണ്ട്. വർക്ക് എടുക്കുമ്പോൾ 2ാം സ്റ്റെപ്പിലേക്ക് വന്നു, ഓക്കെ വിചാരിച്ചോ. നിങ്ങൾ ബ്രേക്ക് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ശരിക്കും നടക്കുന്നുണ്ടല്ലേ, 1ാമത്തേക്ക് തിരിച്ചു വന്നതെല്ലാം പോയി. ഈ 1, 2 1, 2 ഇതിങ്ങനെ ഇട്ടിട്ട് കളിക്കുവാണ് സുഹൃത്തുക്കളെ. ഒരു വണ്ടി ആണെങ്കിൽ 1, 2 ഗിയർ ആണോ? ഇല്ല, അല്ല, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. 5ാമത്തെ ഗിയറിലാണ് പെർഫോമൻസ്, 5ാമത്തെ ഗിയറാണ് സ്മൂത്ത്, 5ാമത്തെ ഗിയറാണ് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു റൈഡ് നമുക്ക് സമ്മാനിക്കുക. 1, 2 ഗിയർ ഇട്ട് കഴിഞ്ഞാൽ മൈലേജ് മൈലേജ് കുറയും. വണ്ടി പോലെ തന്നെ നമ്മുടെ മൈലേജ് പോകും, മൈലേജ് കിട്ടില്ല, പെർഫോമൻസ് കിട്ടില്ല. നമ്മുടെ ആക്ടിവിറ്റിക്ക് പെർഫോമൻസ് കിട്ടണമെങ്കിൽ 2ാമത്തെ ഗിയറിന് മാറ്റി 3, 4, 5 ഇടാൻ നിങ്ങളുടെ ബിൽഡിംഗ് ആണെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ, അല്ലാതെ അത് വഴിയില്ല. വർക്ക് എടുത്ത് ബ്രേക്ക് എടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് അത് അവോയ്ഡ് ചെയ്തേക്ക്. സാധനം റൂളില്ലായിരുന്നു, റൂള് വന്നു. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ എന്തായിട്ടോ അപ്പൊ വെറുതെ അൺഎത്തിക്കൽ ട്രേഡ് പ്രാക്ടീസ് ചെയ്യണം. കമ്പനി പറയാത്ത ഇൻകം പറയണോ? ഫീൽഡിൽ കമ്പനി പറയാത്ത പ്രൊഡക്റ്റ് പറയണോ? കമ്പനിയിൽ ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്നു. ഞാൻ എൻ്റെ ഒരു ഓപ്ഷനാണ് പറഞ്ഞത്. കമ്പനിയിൽ ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പോലും ഇന്ന് പ്രൊമോഷൻ ചെയ്യരുത്. കാരണം ഡേറ്റ് ചിലപ്പോൾ മാറിയേക്കാം, ചിലപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ മാറിയേക്കാം. നമ്മൾ പറഞ്ഞൊരു വാക്ക് മേ ബി അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് വെച്ചിട്ട് പോവാം. കോൾ റെക്കോർഡ്, വോയിസ് റെക്കോർഡ്, ഇതൊക്കെ സോളിഡ് പ്രൂഫാ. വീഡിയോ റെക്കോർഡ് ഉത്തരം കൊടുക്കുന്നത് കട്ട് വീഡിയോ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആളെ പിടിക്കുന്ന പരിപാടിയല്ലേ. ആ വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നമ്മുടെ കട്ട് വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് എല്ലാവർക്കും.
ആളെ പിടിക്കുന്ന പരിപാടിയില്ല. അതിനൊന്നും ഞാൻ ഉത്തരവെടുത്ത ഒരു രീതിയുണ്ട്. അത് ഭയങ്കരമായിട്ട് നമ്മളെ ITC ഗോൾഡ് ലോണിൽ നിങ്ങൾ കുറെ സമയത്ത് കുറെ അച്ചീവേഴ്സ് നല്ല രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം അതിന് കുറെ പോയിന്റ് ആയിട്ട് ടച്ച് ചെയ്തിരുന്നു സാധനം. അവൻ എന്നോടൊരു സാധനം പറഞ്ഞു, ഞാൻ ഉത്തരം കൊടുത്തിട്ട് ഞാൻ ചെയ്ത് കാണിക്കും. എന്റെ പ്രവർത്തനത്തിലൂടെ അത്തരത്തിലൊരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്തു ഞാൻ ചെയ്ത് കാണിക്കും. അത്രയും പവർഫുൾ ആയിട്ട് ഇൻഡസ്ട്രിയിലാണ്. ഇൻഡസ്ട്രിക്ക് ഒരു കുട്ടിയില്ല. അത്രയും ക്ലീൻ ആൻഡ് നീറ്റാ സാധനം. പ്ലസ് മീ അത്രയും പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത്രയും ക്ലീൻ ആൻഡ് നീറ്റാ. പക്ഷെ അതിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തായാൽ മതി, നീറ്റായ മതി. വീണ്ടും പറയാണ്, പൊക്കുന്നത് നമ്മളാ, താക്കുന്നത് നമ്മളാ. നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തണോ? അപ്പൊ ഞാൻ ലിബിനെ സാറിന് വിളിക്കുന്നില്ല. കാരണം അദ്ദേഹം എന്നേക്കായും ഒരു 10 വയസ്സ് ഇളയതാണ്. എന്നിരുന്നാലും എന്നേക്കായും ഒരുപാട്, അതായത് നമ്മുടെ 10 വയസ്സ് കൂടുതലുള്ള ആളുടെ കുറെ അറിവുകളാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ലിബിന് നമുക്ക് നല്ലൊരു കൈ കൊടുക്കും. ഇതുവഴി നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി നമ്മുടെ നാട്ടില് വളരെ വലിയ ഒരു ബൂമിംഗ് വരുത്താൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞാൻ ഇന്ന് ലിബിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ലിബിൻ ഇങ്ങനെ ഒരു എഫേർട്ട്, അതായത് ഡയറക്ട് സെല്ലിംഗിൽ ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയും നാളൊരു സ്റ്റഡി നടത്തി, ഇതിന്റെ വരാൻ പോകുന്ന കാര്യങ്ങളും ഇത് എങ്ങനെ ചെയ്യണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഈ ഓൾ കേരള നടന്നിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഫ്രീ ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇത് ചെയ്യുന്നത് വളരെ ആശംസകരമാവുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ടീമിലേക്ക്, ഇപ്പൊ നമ്മുടെ എല്ലാ ടീമുകളും എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയതിന് നമുക്ക് ശ്രീജിത്തിന് നന്ദി കേൾക്കും. അപ്പൊ ഇത് പറയാനുള്ള ഒരു കാര്യം, നമ്മളിപ്പോ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ബിസിനസ്സിൽ എല്ലാം ആരാണ്, കമ്പനിയോ ലീഡേഴ്സോ ഒന്നുമല്ല, നമ്മൾ തന്നെയാണെന്നാണ് ഇതിനെ കൺക്ലൂഡായിട്ട് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. തീർച്ചയായിട്ടും ശരിയാണ്. അപ്പോ ഇത് എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഇനി കിട്ടാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇനി സാധിക്കട്ടെ. അപ്പൊ ഇത് കിട്ടിയ നമ്മളെല്ലാവരും ഇത് വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പൊ ലിബിന്റെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ലിബിൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോളിലേക്ക്, ലിബിൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ ഒത്തിരി നാളുകൾ വേണ്ടെന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ എല്ലാവരുടെ ഭാവങ്ങളും നേർന്നുകൊണ്ട് താങ്ക് യു. നമസ്കാരം. അപ്പൊ നമുക്ക് ലിബിൻ സാറിന് ഏറ്റവും നല്ലൊരു കൈകൾ വേണം. കാരണം വരാൻ പോകുന്ന സമൂഹത്തിലെ ചെറുപ്പക്കാരായ യൂത്തിന് മുൻഗണന കൊടുക്കുകയാണ്. കാരണം നമ്മൾ യൂത്തുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുന്നത്, നെഗറ്റീവുകൾ കിട്ടുന്നത്. കാരണം അവരെന്ത് പറഞ്ഞാലും അപ്പൊ യൂട്യൂബിലോ അല്ലെങ്കിൽ അവർ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യും, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് ആളുകൾക്ക് ബലം കൊടുക്കാൻ ഇതുപോലൊരു ചെറുപ്പക്കാരൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് ഭയങ്കര ബൂമിംഗ് ഉണ്ടാവും. ബിസിനസ് മൂവിംഗ് ആണ്. പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയെ പറ്റി പറഞ്ഞ കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും, ഇപ്പൊ സാർ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും കേട്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും മാറാൻ തയ്യാറായാൽ മതി. ഈ ബിസിനസ് അടിപൊളിയാണ്. അതുപോലെ ബിന്ദുമേളം കുറെ ട്രൈ ചെയ്തു. അപ്പൊ ഈ അവസരങ്ങൾ കേൾക്കാൻ നമുക്ക് ഇപ്പൊ സാർ പറഞ്ഞ പോലെ എവിടെയെല്ലാം ഇതിന്റെ അവസരങ്ങൾ കിട്ടും അവിടെ എല്ലാം നമ്മൾ വിനിയോഗിക്കാൻ തയ്യാറാവുക. ഓരോ മീറ്റിങ്ങും ഓരോ പ്രോഗ്രാമും നമ്മുടെ വിജയത്തിനാണ്. ഓരോ പ്രോഗ്രാമും നമ്മളെ വിജയിപ്പിക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ടത് ആ ലീഡർ പറയുന്ന വാക്കുകളാണ്. പക്ഷെ ആ വാക്ക് കേട്ടിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൻ പറ്റില്ല. നമ്മുടെ തലച്ചോറിലേക്ക് കയറ്റി, ബ്ലഡിലേക്ക് കയറ്റുമ്പോൾ നമ്മൾ ആരായി മാറും, നമ്മൾ ലീഡറായി മാറും. അതുകൂടാതെ ഓരോ കഴിവുമുള്ള ആളുകൾ വളർന്നു വരുമ്പോൾ അവർക്ക് നമ്മൾ നല്ലൊരു എന്ത് കൊടുക്കണം, കൈകരി കൊടുക്കണം, അവരെ വളർത്താൻ നോക്കണം. അപ്പൊ നമുക്ക് ലിബിനെ വളർത്താൻ നോക്കാം. കാരണം ചെറുപ്പക്കാരിലേക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഈ ബിസിനസ്സും ഈ പ്രോഗ്രാമും എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ഞാൻ പരിചയപ്പെടുത്താണ്, ബിന്ദു പുഷ്പൻ, ആലുവ എടേപ്പുറം സ്വദേശിയാണ്. എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഇവിടെ വയ്ക്കാൻ സാധിച്ചതിൽ ദൈവത്തിനോട് ആദ്യം നന്ദി പറയാണ്. വേറൊരു മേഖലയിൽ നിന്ന് വന്നെത്തിയ ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല, അത്യാവശ്യമാണ്. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോഗ്രാമുകളിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എങ്കിൽ പോലും
ലിബിനായിട്ട് പരിചയപ്പെട്ട് ശ്രീജിത്തിനോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ലീഡേഴ്സായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വയ്ക്കാനായിട്ട് അനുവാദം അവർ തന്ന്. പക്ഷെ ഇത് അർഹതപ്പെട്ട ആളുകളിലേക്ക് അത് കൊടുത്താൽ എന്താണെന്ന് എന്നോട് ശ്രീജിത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമാണ് ഈ ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് അറിയാത്ത കാര്യങ്ങളുണ്ട്. അതെങ്കിലും വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ന് ലിബിൻ നമ്മൾക്ക് പ്രോഗ്രാമിലൂടെ അറിയിച്ചു തന്ന് അതിന് ലിബിൻ നല്ലൊരു വേദിയായിരുന്നു. എന്തായാലും കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ഒന്നും തന്നെ എനിക്ക് കിട്ടുന്നില്ല പറയാനായിട്ട്. എന്തായാലും ഇനി നമുക്ക് ലിബിന്റെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കിട്ടിയാൽ എല്ലാവരും അത് ഉപകാരപ്പെടുത്തണം. ഈ കിട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ടീമിലേക്ക് പറഞ്ഞു കൊടുത്ത് നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമാണ് ഇതിലേക്കാണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി ആർക്കെങ്കിലും അഭിപ്രായം പറയാനെങ്കിൽ പറയണ്ട. എന്റെ പേര് അസ്ലം. എനിക്ക് പറയാനുള്ള ഞാൻ യൂട്യൂബില് സാറിന്റെ വീഡിയോ എപ്പോഴും കാണാറുള്ള ഒരാളാണ് സമയമുള്ളപ്പോഴൊക്കെ. അപ്പൊ കാണുമ്പോ അതിൽ നിന്നും എനിക്ക് ഇപ്പൊ നേരിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടാണ് തോന്നിയത്. കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി. ഇനി പുതിയ ജനറേഷന് കൂടുതൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലീഡേഴ്സ് അടിപൊളിയാണ്, കൊള്ളുകാന്നല്ല അടിപൊളിയാണ്. പക്ഷെ പുതിയ ജനറേഷന് വേണ്ട കുറെ കാര്യങ്ങൾ എനിക്കിപ്പോ ഈ ലിബിൻ സാറ് പ്രോഗ്രാം കേട്ടപ്പോൾ എനിക്ക് കുറെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എന്ന് പറയുക ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് അടിപൊളി മാനേജ്മെന്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, സൂപ്പർ പ്ലാൻ ഉണ്ട്. ഇനിയിപ്പോ നമ്മളും കൂടെ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളും കൂടെ ശരിയാവുള്ളൂ, അത് ശരിയാക്കി എടുത്താൽ മാത്രം മതി. ഇപ്പൊ ലിബിൻ സാറ് പറഞ്ഞ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് നമ്മൾ നമ്മുടെ ഈ ബിസിനസ്സിലോട്ട് ആക്കിയാൽ മാത്രം മതി, നമുക്ക് പക്കയാവാൻ പറ്റും. എനിക്ക് ഉറപ്പുണ്ട് ഇനി കൂടുതൽ നേട്ടങ്ങളും പുതിയ അറിവുകളും ഇനി പുതിയ അസോസിയേറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമേശ്, മൂവാറ്റാണ് താമസിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഈ പ്രോഗ്രാം പങ്കെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം എനിക്ക് ഞാനൊരു പച്ചക്കറി ചെയ്യുന്ന ആളാണ്. ഇന്നലെ പച്ചക്കറി തീർന്നിട്ടില്ല. അപ്പം രാത്രി ഒരു 11 മണിയായപ്പോൾ ബിന്ദുവിനടുത്ത് വിളിച്ചു, നാളെ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് സാധനം തീർന്നിട്ടില്ല, എന്നാ ചെയ്യുന്നത്. അപ്പോൾ ബിന്ദുവിനോട് ഒരുപാട് പറഞ്ഞു, എങ്ങനെയും വരാൻ നോക്ക്, അതിനെക്കുറിച്ച് എല്ലാവരും കുറേ പറഞ്ഞു. ഞാൻ നോക്കട്ടെ. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഒരു കൂട്ടുകാരൻ മൂവാറ്റി വന്നു, അവനെ ഞാൻ ഏൽപ്പിച്ചു. ബന്ധപ്പെട്ടിട്ട് നഷ്ടം സഹിച്ചാണ് ഏൽപ്പിച്ചേക്കുന്നത്. പക്ഷെ ആ നഷ്ടവും ഇതൊന്നും അല്ല, ഇതൊരു വലിയ ലാഭത്തിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. കാരണം ഇങ്ങനൊരു മോട്ടിവേഷൻ ഞാൻ സാധാരണക്കാരാണ്. ഇതുപോലെയുള്ള മോട്ടിവേഷൻ കിട്ടിയാൽ മാത്രമേ ഞാനൊക്കെ ഉയർന്നു വരുള്ളൂ. അപ്പൊ ഇത് കിട്ടാൻ എനിക്ക് സാഹചര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല ആശംസ വരുന്നു. നമ്മുടെ ലിബിൻ സാറിനും ഇതുപോലെ നല്ല രീതിയിൽ തുറന്നു വരട്ടെ. അതിനുള്ള എല്ലാ ഭാഗങ്ങളും വരുന്നു. നമസ്കാരം, എൻ്റെ പേര് അനസ്. എനിക്കതിൻ്റെ ഈ പ്രോഗ്രാം ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എൻ്റെ ഈ ബിസിനസ്സിൽ ഫേസ്ബുക്കിലൊക്കെ കുറേ മിസ്റ്റേക്കുകൾ ഞാൻ എൻ്റെ രീതിയിൽ മാറ്റേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൽ മനസ്സിലായി. അത് യൂത്തിന് ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് സാർ ചെയ്യുന്ന ഈ പ്രോഗ്രാമും അതിഗംഭീരമാണ്. സാറിന് നല്ല വിവരങ്ങൾ എത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. ലിബിൻ സാറിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിൽ നിന്നും കുറെ ഒരുപാട് പാഠങ്ങളും പിന്നെ ഗവൺമെന്റ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കുറച്ചെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കുറെ കൂടി വ്യക്തത കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം. നമുക്ക് കിട്ടാവുന്നതിന് നല്ലൊരു ക്ലാസ് ആയിരുന്നത്. കാരണം ഇതുപോലെ തന്നെയാണ് ലിബിൻ സാർ പറഞ്ഞത് തന്നെയാണല്ലോ, എല്ലാ മീറ്റിങ്ങുകളും എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ അറ്റൻഡ് ചെയ്യണം.
അതിനൊരു മുടക്കം നമ്മൾ വരുത്തരുത്. അത് വരുത്തുമ്പോൾ നമുക്ക് അവിടെ പാടുപഴികൾ ഉണ്ടാവും. അതിൽ നിന്നെല്ലാം മുന്നോട്ട് നമ്മൾ പോകുന്നത് തന്നെയാണ് പറയാനുള്ളതും. ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ച് നമ്മൾ മുന്നേറണം. നല്ലൊരു ബിസിനസ് മേഖലയാണ് ഈ പറഞ്ഞിരിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ മേഖലയിൽ. ആദ്യമായിട്ടാണ് ഞാൻ കാര്യം വെച്ചത്. ഇതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ വന്ന് സംസാരിച്ചത് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിന് നമ്മളെല്ലാവരും നല്ലോണം ഉയർത്തിക്കൊണ്ട് പോകണം, എന്നാലും നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ആ വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഒരു ആരോഗ്യ മേഖല നമുക്കൊരു അമ്മമാർക്ക് വേണ്ടി ഒരു വിദ്യാലയമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ ആരായിരിക്കണം എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഴയ കാലങ്ങളിൽ. ഇന്ന് അതിൽ നിന്നെല്ലാം കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ജീവിക്കണമെങ്കിൽ ആവശ്യമാണ്. കാരണം വീട്ടമ്മമാരുടെ വിദ്യാലയം എന്ന് പറയുമ്പോൾ നമ്മളൊരു അമ്മ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം, നമ്മുടെ ഭക്ഷണ രീതി ഇതൊക്കെയായിരുന്നു. പക്ഷെ അതെല്ലാം മാറിയപ്പോൾ എല്ലാ അമ്മമാർക്കും ഇപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബ് വഴി എല്ലാവരും ഇതൊക്കെ അറിവുകളിലേക്ക്. ഇന്ന് നമുക്ക് വേണ്ടതെന്ന് ജീവിക്കാനായിട്ട് പണം ആവശ്യമാണ്. അതായത് 2 പേർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ഒരു വീട് രണ്ടറ്റവും പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്ര പണം ഉണ്ടെങ്കിലും ഇതുപോലെ നല്ല നല്ല സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഡോക്ടർ അബ്ദുൽ കലാം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള നല്ല സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണണമെന്ന് വിചാരിച്ച് പോയി ഡേറ്റൊക്കെ തീരുമാനിച്ച് വേറെ കാര്യത്തിന് പോയതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകാലോ എന്ന് കരുതിയിരുന്നത്. പക്ഷേ എന്തെങ്കിലും പറയാൻ ബാക്കിയില്ലാത്തതുകൊണ്ടൊന്നും അദ്ദേഹം മരിച്ച് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയി പുള്ളി താമസിച്ചിരുന്ന വീട്, പഴയ കാലത്തെ വീടും പുതിയ വീടും അടക്കം ചെയ്ത സ്ഥലമൊക്കെ ഞങ്ങളൊരു ഭാഗ്യത്തിലായിരുന്നു. ഞാനിപ്പോഴും ഓർക്കും അദ്ദേഹം എപ്പോഴും സ്വപ്നം കാണാനായിട്ട് എല്ലാവരും പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എത്തിയവരോടെല്ലാം വളരെ ഭാഗ്യം. കാരണം ലിബിൻ സാറിനെ പോലെ ഒരാളെ നമുക്ക് ഇവിടുന്ന് കിട്ടിയത് വലിയൊരു കാര്യമാണ്. നമുക്ക് ശരിക്കും നമ്മുടെ NPSC ലീഡറായാലും നമ്മുടെ മഹമ്മദ് സാറാണെങ്കിലും ലിബിൻ സാറിനൊക്കെ ആണെങ്കിലും നല്ല കാര്യങ്ങൾ. കാരണം എൻ്റെ മനസ്സിൽ ചോദിക്കുന്ന ആ ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ഇവർ പറയുന്നത്. എങ്ങനെ ഒരാളെ ചെന്ന് കണ്ട് നമ്മൾ ആദ്യം ഞാൻ ചിന്തിക്കും ഉള്ള വലിയായിരിക്കും പറയാം. ഞാൻ തന്നെ ചോദ്യം ഉത്തരവും തന്നെ മനസ്സിൽ കാണും. പക്ഷെ അപ്പോൾ അതിനെല്ലാം ഇന്ന് നമുക്ക് പറഞ്ഞാൽ നല്ലൊരു മറുപടി കിട്ടുന്നതായിരിക്കും. ഞാൻ കൊടുക്കാനാണ്. പിന്നെ അപ്പോൾ ബിഗിനേഴ്സിന് പറ്റിയ നല്ല ക്ലാസ് തന്നെയാണ് നടത്തുന്നത്. പിന്നെ ഞാൻ ചെയ്യും ഏതായാലും പറഞ്ഞത് തന്നെ. സ്ഥലം വായിക്കാം. ഇങ്ങനെ ക്ലാസ് കേൾക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ഉണ്ട്. നല്ല ആശംസ നേരുന്നു. ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി സംസ്കൃതിപ്പാടാണ് ആദ്യം വിളിച്ചു പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള വില്ലേഴ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിലും ആർക്കും ഇത് കേൾക്കാനുള്ള പണിയിലായിരുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും മാറി. ഇത് കേൾക്കാൻ ആദ്യം സാധിച്ചെങ്കിൽ നല്ല സന്തോഷമുണ്ട്. ഇതുപോലെ ഇത്രയും നല്ലൊരു അവസരം കിട്ടുന്ന ബിന്ദുവും ലീലയും സബ്സിഡിയും എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തികളെ സമീപിക്കുന്ന ഒരു സംശയങ്ങൾ പറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലർ 1 വർഷം വിളിച്ചിട്ടും വരാമെന്ന് പറഞ്ഞു ഫോൺ എടുക്കുമ്പോഴും അപ്പം എങ്ങനെ അവരെ ഇനി സമീപിക്കണമെന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സമയത്തെല്ലാം പറഞ്ഞു തന്നതിന് വലിയൊരു സന്തോഷമുണ്ട്. ഇത്ര നല്ലൊരു ക്ലാസ് കേൾക്കാൻ സാധിച്ചതിന് എല്ലാവർക്കും വീട് ഇവിടെ തന്നെയാണ്, ആദ്യം തന്നെയാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് ബിസിനസ് ചെയ്യാനുള്ള ഒരു പരിചയം ഒന്നും ഉണ്ടായിരുന്നു. ഒരു ഫീൽഡ് വർക്ക് ചെയ്ത ഒരു പരിചയം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ബിന്ദു എന്ന മരുമോളാണ് വന്ന് വിളിച്ചപ്പോൾ എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായാൽ അതൊക്കെ ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മാറി ഇത്രയും നാളും കഴിച്ച് അതിനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഗുണങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഗുണങ്ങളും എല്ലാം അപേക്ഷിച്ച് നല്ലൊരു ബന്ധം എനിക്കുണ്ടാക്കി. അവിടെ ഈ ഫോണൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയം എനിക്കില്ല. ഇപ്പോൾ വാട്സപ്പ് എടുക്കും കാണുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൊച്ചുമക്കളോട് ചോദിക്കുക എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു കുറ്റബോധമുണ്ട്. കാരണം ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഇതൊക്കെ സാധിക്കും എന്നുള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാനൊരു ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര പ്രായത്തിൽ പത്തുകയാണ് 23 വയസ്സോളമായി. എന്നാലും പിന്നെ എനിക്കൊരു ആത്മവിശ്വാസമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൂടി ഈ
ചെറിയ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് അവർ പാടുന്നതായിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അവർക്ക് എന്തെങ്കിലും അറിവായിട്ടുള്ള ഒരു സമ്പർക്കം ഉണ്ട് എന്നുള്ളൊരു സംതൃപ്തി കൂടിയുണ്ട്. അപ്പോൾ അവരെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചും ഇതിന് ബിസിനസ് ചെയ്തും നല്ലൊരു വരുമാനം ഉണ്ടാക്കിയും ഒരു നല്ല പേര് സമ്പാദിക്കുകയും എല്ലാം ചെയ്യണമെന്ന് ഈ ട്രെയിനിങ് കൂടി എല്ലാ കാര്യങ്ങളോട് സമീപിക്കുന്ന രീതികളും ചെയ്യേണ്ട രീതികളൊക്കെ പറഞ്ഞു തന്നു. അത് അക്ഷരം പ്രതി എല്ലാവരും അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആലുവയിലെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് തൃശ്ശൂരേക്കാണ് പോയത്. അപ്പോൾ തൃശ്ശൂരത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.